ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ വന്ന് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ മതിൽ കെട്ടിയ കാരണം നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെ മതിലുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത്തവണ മതിൽ കെട്ടി. അപ്പോൾ അപ്പുറത്തൊരു ചാലുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് 2-3 ദിവസം പാലക്കാട് ജില്ലയിൽ എല്ലാവിടെയും നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ നല്ല മഴയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ചാല് നന്നായി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇച്ചക്കുട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ഒഴുക്കുണ്ട് ആ ഭാഗത്തൊക്കെ, ഞാൻ അവിടെ നിന്ന് കയറി നോക്കി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് വരാം. ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ടാണ് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ആ ഭാഗത്ത് ഒന്ന് തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനത് എടുക്കാൻ വൈകിയതുകൊണ്ടാണ് ഉണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ മതിൽ കെട്ടിയ കാരണം കൊണ്ട് തന്നെ അത് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, അവിടെ അവിടെ പോയിട്ട് ഞാൻ ഇനി കാണിച്ചു തരാം, വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മതിൽ കെട്ടി. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ ശരിക്കും കാണാൻ പറ്റുന്നില്ല, എങ്കിലും നന്നായി കുറഞ്ഞതാണ് കേട്ടോ വെള്ളം. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. എൻ്റെ ഒഴുക്ക് അപ്പോൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടില്ലേ, ഇവിടെ മതിലൊക്കെ കെട്ടി കുറച്ചായിട്ടുള്ളൂ. അപ്പോഴേക്കിനും നല്ല മഴയായിരുന്നോണ്ട് പായലൊക്കെ പിടിച്ചതാണ് കേട്ടോ. ഇതാ ഇവിടെ 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 കൂടെയൊക്കെ നന്നായിട്ട് കാണുമായിരുന്നു. ഞങ്ങൾ കളിക്കുമായിരുന്നു കേട്ടോ അവിടെയൊക്കെ കേട്ടോ. ഇനി അപ്പുറത്ത് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മൾ. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇവിടെ ചുറ്റുമതിലൊക്കെ കെട്ടി. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചത്. അതിൻ്റെ അതിലൊക്കെ കാണിച്ച് പണികളൊക്കെ കഴിഞ്ഞു എന്നുള്ളതിൽ. പിന്നെ ഞാൻ അങ്ങനെ ലാഗായി ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഗേറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ പണിയുണ്ട്, പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോഴേക്കും നല്ല അപ്പം മഴ ആയതുകൊണ്ട് പിന്നെ എല്ലാ പണിയും നിർത്തി വെക്കേണ്ടി വന്നു ഗൈസ്. കോഴി ഇനി നമുക്ക് ആ ഇവിടേക്ക് പോവാം, വായോ. അപ്പോൾ നീ എന്താ കഴിക്കണേ? കടലയാ, നല്ല വെളിച്ചം ഇവിടെ. ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ആയിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഇതാണ് ഞങ്ങളുടെ പാടം. ആദ്യമായിട്ട് യൂട്യൂബ് നമ്മുടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്കൊന്നും ഈ സംഭവങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ഫ്രണ്ട് എന്താ പറയുക, പ്രകൃതി രമണീയമാണ് എലിച്ചുക്കുട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ ബണ്ട് പൊട്ടിപ്പോയിട്ട് ഗൈസ്. ഇതാണ് ഞങ്ങൾ. ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ്. എൻ്റെ വീട് ഇവിടുന്ന് കാണുന്നുണ്ടോ മതിലെന്ന് അറിയണില്ല അരച്ചക്കുട്ട. അവിടെ ആ മതിലിൽ കൂടെ അതിൻ്റെ താഴത്തെ കൂടെ ഉള്ള ഈ വെള്ളത്തിൻ്റെ ഈ ചാലാണ്. കണ്ടില്ലേ? ഇല്ല, ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് കണ്ടില്ലേ. ഇതാണ് ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നതാണ് ഇലച്ചുകൂട്ടാ. പക്ഷേ ഈ കളകള ശബ്ദം കാരണം നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നേരെ. ഇതാണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ്. കുറേ നേരം ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ എന്താ പറയുക, ഒരു ഈവനിങ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. എപ്പോഴും ഇവിടെ ഒരു ഫ്രീ ടൈം കിട്ടിയാൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. എല്ലാ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാടത്ത് കൂടെ അവിടെ 2-3 കനാലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോണ ആ ഒരു ഭാഗം ഒരു പുഴയുണ്ട് അവിടെ, ഗായത്രി പുഴ. അപ്പോൾ അതൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് രാവിലെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇതിൽ കൂടെ.
പക്ഷേ ഇപ്പോൾ കുറച്ച് കമ്മിയുണ്ട്. ഇപ്പം മഴയില്ല കേട്ടോ. അപ്പം മഴയില്ലാത്ത ടൈമിലാണ് ഞാൻ വന്ന് വീഡിയോ എടുത്തത്. രാവിലെ എടുക്കണം എന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് അപ്ലോഡ് ആക്കണം എന്നൊക്കെയാണ് വിചാരിച്ചായിരുന്നത്. പക്ഷേ എങ്കിൽ നല്ല മഴയായിരുന്നു ആ സമയത്ത്. അപ്പം അതൊന്നും പറ്റിയില്ല. പിന്നെ അതാ ആ ഭാഗത്തൊരു തെങ്ങ്, നല്ല കാറ്റത്ത് തെങ്ങ് കടപുഴങ്ങി വീണു കേട്ടോ. അപ്പോൾ അതിന്ന് നമുക്ക് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇച്ചുക്കുട്ടൻ ഇതാണ്ടില്ലേ, ഇതാ ആ ഭാഗത്തുനിന്ന് ഇലയിട്ടിട്ട് അവൾ ഇപ്പുറത്തെത്തിയോ എന്ന് നോക്കുകയാണ് കേട്ടോ. അതൊരു കളി, എന്താ പറയുക, വെറുതെ ഒരു ഈവനിങ് വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര നിസ്സാരമൊക്കെയാണെന്ന്. അതൊക്കെയാണല്ലോ നമ്മൾ നമ്മുടെ മക്കളോട് എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലുള്ള കളികളൊക്കെ ഇഷ്ടപ്പെടുന്നവരും ചെയ്യാറൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കണേ. ഇതിൽ നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ കളിക്കാമായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടെ വരുന്ന വെള്ളമല്ലേ. അപ്പോൾ നമുക്കതങ്ങ് വിശ്വസിച്ചിട്ട് കളിക്കാനും പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് ഇതിൽ ഇറങ്ങാത്തത് കേട്ടോ. പക്ഷെ ഒഴുക്ക് അതൊക്കെ ഏകദേശം പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു അല്ലേ. കുറേ നേരം ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ഞങ്ങൾ ഒരു വൈകുന്നേരത്തൊക്കെ. ഇരിക്കാൻ പറ്റില്ല, കാരണം ഇവിടെയൊക്കെ ചളിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് വെയിലൊക്കെ വന്ന് വെടിച്ച് ഇട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് കളിക്കാം. അവിടുത്തെ വെള്ളം കാണുന്നുണ്ടോ? അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ. കൊതുക് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ചെറിയൊരു അതെ, ഇവിടെ കാണുമ്പോൾ ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുത്തതാണ്. ഈവനിങ് ശരിക്കും ആയിട്ടില്ല അലിച്ചു കൂട്ടാ. 3 മണി ഈവനിങ് ആവുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ ടൈമിലാണ് മഴയില്ലാത്തത്. അപ്പോൾ ആ ടൈമിൽ എടുക്കാതെ തോന്നി. ഈ വെള്ളം ഇങ്ങനെ കാണാൻ, എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഈ വെള്ളം കാണുമ്പോൾ അതിൽ ഇറങ്ങി കാലിട്ട് കളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിൽ വണ്ടികൾ, റോഡാണല്ലോ, വണ്ടികൾ പോകുന്നതുകൊണ്ടാണ് കേട്ടോ വെറുതെ ക്യാമറ ഓഫാക്കേണ്ടി വരികയാണ്. അപ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കുകയാണ് ആ ടൈമിൽ. അപ്പോൾ വെള്ളത്തിൻ്റെ കളിയൊക്കെ കാണുമ്പോൾ കളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് പറയാനാ ഗൈസ്, ഇത്തിരി വലുതായി പോയില്ലേ. ഇനിയിപ്പോൾ മക്കൾ കളിച്ചോട്ടല്ലേ. കാരണം എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ പുഴയുണ്ട്. ചെറിയ പുഴയൊന്നുമല്ല, ഗായത്രി പുഴയാണ്. അപ്പോൾ അതിലൊക്കെ കുളിച്ച ഒരു ഓർമ്മയൊക്കെ വരികയാണ് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ വീഡിയോ എടുക്കണമെന്ന് എൻ്റെ ഒക്കെയും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനൊരു നമ്മുടെ ഇവിടെ ഒരു തെങ്ങ് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. കടപുഴങ്ങി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രാവിലെ, ഇന്നലെയല്ല മിനിയാന്ന്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. ബാക്ക് ക്യാമറ ഇട്ട് കൊടുക്കാതെ. ഇതാണ്ടില്ലേ മരം അല്ല, അതൊരു വള്ളി, ഒരു മരം അതിൽ ചിറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പുളിയുറുമ്പുണ്ട്. ആ തെങ്ങിൻ തോപ്പായിരുന്നു കേട്ടോ. ആ തെങ്ങിൻ തോപ്പിൽ നിന്നാണ് ഒരു മരമല്ല തെങ്ങ് കടപുഴങ്ങി അവിടെ നിന്ന് വീണതാണ്. ഫസ്റ്റ് ഇത് ഇങ്ങനെ വീണ് കിടക്കണത് എൻ്റെ വീട്ടിൻ്റെ ആ ബാക്കിൽ നിന്ന് നോക്കിയാൽ കാണുമല്ലോ. അപ്പോൾ രാവിലെ മദ്രസയ്ക്ക് പോകുമ്പോഴാണ് കണ്ടത്. മദ്രസയ്ക്ക് എണീച്ചിട്ട് ബാക്കി വന്ന് അപ്പൊ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ബാക്കി വന്ന് നോക്കിയപ്പോ ഞാനും വന്നു. അപ്പൊ അവിടെ നിന്ന് ഇത് കണ്ടത് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു ഈവനിങ് വ്ളോഗ് തന്നെ പറയാലോ. ചുമ്മാ ചെറിയൊരു ഈവനിങ് വ്ളോഗായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തോടും ഞങ്ങളുടെ നാടും എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് അറിയിക്കുക, ലൈക്ക് ഇടുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ തുടർന്നും കാണാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്. റംസാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലത്രേ. അപ്പോൾ എന്തായാലും ഓഫാക്കിയാലോ. അന്ന് ഈ വീഡിയോ കാണുന്നവർ ഈ മരം കണ്ടിട്ടുണ്ടാവില്ല. അന്ന് ചെറുതായിരുന്നു. ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ട് അതാണ് കേട്ടോ അങ്ങനെ പറയണത്. അപ്പോൾ നമ്മൾ ഒരു 4 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ വെച്ച് കുടിക്കാം. ചായ കുടിക്കാം അല്ലേക്കാ? കടല പുഴുങ്ങിയതുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. See you.